ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊരു അടിപൊളി കമ്മലാണ് ചെയ്യുന്നത്. അതിനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ നമുക്കിന്ന് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് ക്രിസ്റ്റൽസും മുത്തും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4mm സൈസ് വരുന്ന 5 റെഡ് കളർ ക്രിസ്റ്റൽസും ഒരു 6mm വരുന്ന ഒരു ക്രിസ്റ്റലും, പിന്നെ ഹെഡ് പിന്ന്, ഐ പിന്ന്, ജംബറിങ്, ഒരു ഇയർ ഹുക്ക്, പിന്നെ കുറച്ച് വൈറ്റ് കളർ ബീഡ്സാണ് 2mm സൈസ് വരുന്ന കുറച്ച് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഡിസൈനിൽ നമുക്ക് ഹെഡ് പിന്നാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഹെഡ് പിൻ എടുക്കുക, അതിലോട്ട് ആദ്യം തന്നെ ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കുക, പിന്നെ ക്രിസ്റ്റൽ റെഡ് കളർ 4mm സൈസ് വരുന്നത് ഒന്ന് കോർക്കുക, വീണ്ടും ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കുക. അപ്പോൾ ഒരു വെള്ളമുത്ത്, ഒരു റെഡ് മുത്ത്, വീണ്ടും ഒരു വെള്ളമുത്ത്, ഈ ഓർഡറിൽ കോർത്തു. ഇനി നമുക്കിതിൻ്റെ അറ്റത്തായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കണം. ലൂപ്പ് ഉണ്ടാക്കാൻ നമ്മുടെ ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് ആദ്യം ഒന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് നമ്മൾ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ വരും. അപ്പോൾ ചെറിയ ലൂപ്പ് മതി. അതുണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഹെഡ് പിന്നുകളെല്ലാം നമുക്ക് ഒരു വൈറ്റ് കളർ, ഒരു ക്രിസ്റ്റൽ, വീണ്ടും ഒരു വൈറ്റ് കളർ മുത്ത്, ആ ഓർഡറിൽ കോർക്കണം. അപ്പോൾ ഹെഡ് പിന്നിൻ്റെ സൈസ് മാത്രമാണ് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. കാരണം നമ്മുടെ ഡിസൈൻ വരുന്നത് ഏറ്റവും നടുവിൽ വരുന്ന ഹെഡ് പിന്നിന് ലെങ്ത്ത് കൂടുതലും അതിന് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും വരുന്നതിനൊക്കെ ലെങ്ത്ത് കുറഞ്ഞു വരുന്ന ഓർഡറിലാണ്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ മുത്ത് കോർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് നോക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും നടുവിലിരിക്കുന്ന 3 ഒരേ ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് നോക്കുക. എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് മുകളിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും താഴെ വരുന്ന വൈറ്റ് കളർ മുത്തുണ്ടല്ലോ, അതായത് 2 ഭാഗത്തും വരുന്നതിൻ്റെ ഈ വൈറ്റ് കളർ മുത്ത്, ഈ 3 മുത്തും ഒരുമിച്ച് ഒരേ ലെവലിൽ വരുന്ന പോലെ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കാം. ഏറ്റവും മുകളിൽ ഇത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അവിടെ ലൂപ്പ് ഉണ്ടാക്കാനുള്ള കുറച്ച് സൈസ് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അവിടെ ലൂപ്പ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ലൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേതിൻ്റെ ലെങ്ത്ത് നോക്കുക. കാരണം നമുക്ക് നടുവിൽ വരുന്നതിൻ്റെ 2 അപ്പുറത്തും ഇപ്പുറത്തും വരുന്നതിൻ്റെ സെയിം ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ഒന്നിൻ്റെ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ അതേ ലെങ്ത്തിൽ മറ്റേത് കൂടി കട്ട് ചെയ്ത് റെഡിയാക്കാം. കട്ട് ചെയ്ത ശേഷം ഒപ്പം തന്നെ ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. കാരണം ലൂപ്പ് ഉണ്ടാക്കാനുള്ള ലെങ്ത്ത് നമുക്ക് മാറി പോകാതിരിക്കാൻ വേണ്ടി ഒപ്പം പിടിച്ചിട്ടൊന്ന് ബെൻഡ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ലൂപ്പ് ഉണ്ടാക്കാൻ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെ ആയിട്ട് ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ 2 സൈഡിലും വരുന്നത് കുറച്ചുകൂടി ലെങ്ത്ത് കുറഞ്ഞതാണ്. അത് ഓൾറെഡി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹെഡ് പിന്ന് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞതായതുകൊണ്ട് അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ 2 സൈസിലാണ് ശരിക്കും ഹെഡ് പിൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുക. ഇപ്പം ഞാൻ ലൂപ്പ് ഉണ്ടാക്കുന്നത് ചെറിയ സൈസും പിന്നെ കുറച്ചുകൂടി ലെങ്ത്ത് കൂടിയതാണ് നമ്മൾ ആദ്യം എടുത്ത ആ 3 അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജംബറിങ് എടുക്കുക. അതിൻ്റെ വട്ടക്കണ്ണി ഉണ്ടല്ലോ, അതിൻ്റെ ഒന്ന് അകത്തിയ ശേഷം ഇത് കോർക്കുക. അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ സൈസ് ഒരെണ്ണം കോർക്കുക, പിന്നെ രണ്ടാമത്തെ സൈസിൽ കോർക്കാം, പിന്നെ ഏറ്റവും നടുവിൽ വരുന്ന ഒരെണ്ണം ഉണ്ടല്ലേ ഏറ്റവും ലെങ്ത്ത് കൂടിയത് അത് കോർക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് സൈസ് വീണ്ടും ഏറ്റവും ചെറിയ സൈസ് കോർക്കുക. അതിനുശേഷം ജംബറിങ് ഇവിടെ ക്ലോസ് ചെയ്യാം. നമ്മൾ ജംബറിങ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത ഒരു ഐപ്പിന്നുണ്ട്. ഒരു ഐപ്പിന്നെ നമുക്ക് ഈ കമ്മലിന് ആവശ്യമുള്ളൂ. നമ്മൾ ഐപ്പിന്നിൽ ഒരു മുത്ത് കോർക്കുന്നുണ്ട്. ആ ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ജംബറിങ്ങിൽ തന്നെ ഡയറക്റ്റ് ഇയർ ഹുക്ക് കോർത്തിട്ട് നമുക്ക് കമ്മലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സ്ട്രാ ഡിസൈന് വേണ്ടിയിട്ടാണ് ഈ ജംബറിങ്ങിലോട്ട് തന്നെ നമ്മൾ ഈ ഐപ്പിന്നിൻ്റെ ലൂപ്പ് അകത്തിയിട്ട് കോർക്കുകയാണ്. കോർത്ത ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വൈറ്റ് കളർ മുത്ത്, വീണ്ടും ഒരു ക്രിസ്റ്റൽ, വീണ്ടും ഒരു വൈറ്റ് കളർ മുത്ത്, ആ ഓർഡറിൽ 3 മുത്ത് കോർക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ മാത്രം കുറച്ച് വലിയ സൈസ് റെഡ് കളർ ക്രിസ്റ്റലാണ് എടുത്തിരിക്കുന്നത്. ഐപ്പിന്നിൽ നമ്മൾ 3 മുത്തുകൾ കോർത്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും മുകളിലായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലോട്ട് ബെൻഡ് ചെയ്തിട്ട് ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി എടുത്താൽ മതി ലൂപ്പ്. അവിടെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ലെങ്ത്ത് കറക്റ്റ് തന്നെയാണ്. അതിനുശേഷം ഈ ലൂപ്പ് ഒന്ന് അകത്തിയിട്ട് അതിലോട്ട് ഇയർ ഹുക്ക് കോർക്കാം. ഇപ്പോൾ സിമ്പിളാണ്. ഇയർ ഹുക്ക് വേണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇയർ ഹുക്ക് കോർത്തു. കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്രിസ്റ്റലിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ലെങ്ത്തും ഈ ഹെഡ് പിന്നിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അവരുടെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു ഡിസൈനാണ്. നല്ല ഭംഗിയുള്ളതാണ്. കുറച്ച് ഗ്രാൻഡായിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റുന്ന പോലെ നല്ലൊരു ഭംഗിയുള്ള കമ്മലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്